ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം മഹിമപ്പെടുമാറാകട്ടെ. ആലപ്പുഴ പത്തനംതിട്ട സെക്ഷൻ്റെ ശാബസ്കൂൾ പ്രോഗ്രാമിലേക്ക്, ശാബസ്കൂൾ പാഠപഠനത്തിലേക്ക് ഏവർക്കും ഹാർദവമായ സ്വാഗതം. ഇന്ന് നാം പഠിക്കുവാൻ പോകുന്ന പാഠത്തിൻ്റെ തലക്കെട്ട് ഉൽപ്പത്തി അടിസ്ഥാനമായി ഉള്ള ചില പ്രവചനങ്ങളുടെ സൂചനകളെക്കുറിച്ചാണ്. അതിൻ്റെ ഇന്നത്തെ മനഃപ്പാഠവാക്യം നാം പരിശോധിക്കുമ്പം യോഹന്നാൻ്റെ സുവിശേഷം 1-ാം അധ്യായം 29-ാം വാക്യത്തെ ആധാരമാക്കിയുള്ള മനഃപ്പാഠവാക്യമാണ് നാം ചിന്തിക്കുവാൻ പോകുന്നത്. യോഹന്നാൻ സ്നാപകൻ്റെ ഒരു സ്റ്റേറ്റ്മെന്റ് നമുക്ക് മനഃപ്പാഠവാക്യത്തിൽ കാണുവാൻ തക്കവണ്ണം കഴിയും. പിറ്റേന്നാൾ യേശു തൻ്റെ അടുക്കൽ വരുന്നത് അവൻ കണ്ടിട്ട്, ഇതാ ലോകത്തിന്റെ പാപം ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട്. അപ്പൊ ഈ ദൈവത്തിന്റെ കുഞ്ഞാട് എന്ന ആ പദപ്രയോഗം കർത്താവായ യേശു ക്രിസ്തുവിനെ ദൈവത്തിന്റെ കുഞ്ഞാട് എന്ന് വെളിപ്പാട് പുസ്തകത്തിൽ അനേക സ്ഥലങ്ങളിൽ പറയുന്നുണ്ട്. യോഹന്നാൻ സ്നാപകൻ കർത്താവായ യേശു ക്രിസ്തുവിനെ ദൈവത്തിന്റെ കുഞ്ഞാടെന്ന് വിളിക്കുന്നതാണ് ഈ സുവിശേഷത്തിൽ നാം വായിക്കുന്നത്. ഇന്നത്തെ പാഠത്തില് ഈ കുഞ്ഞാടിന്റെ സൂചന അത് എവിടെ തുടങ്ങി, എവിടെ വെച്ചാണ് അത് നമുക്ക് മനസ്സിലാക്കി തരുന്നത് എന്നുള്ള പാഠമാണ് ഇന്ന് നമ്മൾ പഠിക്കുന്നത്. എല്ലാ താറുമാറായ ദൈവം മനോഹരമായി സൃഷ്ടിച്ചതായ ഈ പ്രപഞ്ചത്തില് പാപം പ്രവേശിച്ചപ്പോൾ താറുമാറാക്കി കളഞ്ഞതായ, അതിനെ വൈകൃതമാക്കി കളഞ്ഞതായ ആ ലോകത്തില് വീണ്ടും ദൈവത്തിന്റെ ആ ഐക്യമത്യത്തിലേക്ക്, ആ യഥാസ്ഥാനത്വത്തിലേക്ക് കൊണ്ടുപോകുവാൻ തക്കവണ്ണമുള്ള രക്ഷയുടെ പദ്ധതിയെ വരച്ചു കാട്ടുന്നത് നാം പഠിക്കുന്നതായ വേദപുസ്തകത്തിന്റെ ആദ്യ പുസ്തകത്തിലാണ്. അതുകൊണ്ട് ഈ സത്യത്തിന്റെ അടിസ്ഥാനം കാലങ്ങൾക്ക് മുൻപേ തന്നെ വെളിപ്പെട്ടതായ ആ സത്യത്തിന്റെ അടിസ്ഥാനം ഉൽപ്പത്തി പുസ്തകത്തിൽ നമുക്ക് പഠിക്കുവാൻ തക്കവണ്ണം കഴിയും. അതുകൊണ്ടാണ് ഉൽപ്പത്തി അടിസ്ഥാനമാക്കി നാം തുടങ്ങുന്നത്. ഈ ആഴ്ച നാം പഠിക്കുന്നതായ പ്രധാനപ്പെട്ട വിഷയമെന്ന് പറയുന്നത് വെളിപ്പാട് പുസ്തകത്തിലെ ലോകസ്ഥാപനത്തിനു മുമ്പേ അറുക്കപ്പെട്ട ദൈവത്തിന്റെ കുഞ്ഞാടിനെ, ആ കുഞ്ഞാടിന്റെ മരണം എന്തിനു വേണ്ടിയുള്ള യോഗ്യതയ്ക്കാണ് ആ കുഞ്ഞാട് മരണപ്പെട്ടത് എന്നെല്ലാമുള്ള പാഠങ്ങൾ നാം പഠിക്കുമ്പോൾ ഒരുപാട് കാര്യങ്ങളാണ് നമുക്ക് ചെയ്യേണ്ടതായിട്ട് വരുന്നത്. എന്നാൽ ഇന്ന് ചില സത്യങ്ങള് ഉൽപ്പത്തി പുസ്തകത്തിന്റെ സൂചനകളുടെ വെളിച്ചത്തിൽ നാം പഠിക്കാൻ പോവുകയാണ്. യഥാർത്ഥത്തിൽ ഈ ക്വാർട്ടറിലെ പാഠം മുഴുവനും നമ്മൾ ആ ദൈവത്തിന്റെ പ്രവചനങ്ങള് ശരിയായി പഠിക്കുവാനുള്ളതായ വളരെ ലളിതമാക്കി തരുന്ന ചില വാക്കുകള്, പ്രയോഗങ്ങള് അത് നമ്മൾ മനസ്സിലാക്കി ആധാരമാക്കി എടുത്താൽ ദൈവത്തിന്റെ ഈ നാളുകളിൽ പ്രവചനങ്ങൾ പഠിക്കുന്ന ഒരു പഠിതാവിന് എത്ര എളുപ്പമായി തരും എന്നുള്ളത്. നമ്മുടേതായ വ്യാഖ്യാനങ്ങളല്ല പ്രവചനത്തിനുള്ളതെന്ന് ദൈവത്തിന്റെ വചനം പറയുന്നു. ദൈവത്തിന്റെ വചനത്തിന് ദൈവത്തിന്റെ വെളിപ്പെടുത്തലുകളാണ്, ദൈവത്തിന്റെ ആത്മാവിന്റെ വെളിപ്പെടുത്തലുകള് മനസ്സിലാക്കി തരുവാനുള്ള ഭാഷകള്, രൂപകങ്ങള്, സാദൃശ്യങ്ങള് ഒക്കെ ദൈവത്തിന്റെ വചനത്തിൽ തന്നെ വെളിപ്പെടുത്തിയിട്ടുണ്ട്. ഇന്ന് ഉൽപ്പത്തി പുസ്തകത്തിലെ ചില സൂചനകളിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ വെളിപ്പാട് പുസ്തകത്തിൽ അനേക തവണ പറഞ്ഞിരിക്കുന്ന അറുക്കപ്പെട്ട കുഞ്ഞാട് യോഗ്യൻ എന്ന് പാടുന്നതായ ആ അനുഭവത്തിലേക്ക് നമുക്ക് വരുവാൻ തക്കവണ്ണം ഉൽപ്പത്തി പുസ്തകത്തിലെ സൂചനകളിൽ പഠനം നമ്മെ സഹായിക്കും എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. ഞായറാഴ്ചത്തെ പാഠം പഠിക്കുവാൻ തക്കവണ്ണം പോവുകയാണ്. ഒന്നാമത്തെ സൂചന, ആദ്യത്തെ സൂചന എന്ന തത്വത്തിലേക്ക് ആ പാഠം വെളിച്ചം വീശുകയാണ്. യെശയ്യാവിന്റെ പുസ്തകം 40-ാം അധ്യായം അതിന്റെ 7-8 വാക്യങ്ങൾ. യഹോവയുടെ ശ്വാസം അതിന്മേൽ ഊതുകയാൽ പുല്ലുണങ്ങുന്നു, പൂ വാടുന്നു. അതേ, ജനം പുല്ല് തന്നെ, പുല്ലുണങ്ങുന്നു, പൂ വാടുന്നു. നമ്മുടെ ദൈവത്തിന്റെ വചനമോ എന്നേക്കും നിലനിൽക്കും. ദൈവം എന്നേക്കും നിലനിൽക്കുന്നവനായതുകൊണ്ട് അവിടുത്തെ വചനങ്ങളും എന്നേക്കും നിലനിൽക്കുന്നതാണെന്ന് യെശയ്യാവിന്റെ പ്രവചനത്തിൽ നാം പഠിക്കുകയാണ്. ഈ ലോകത്തിൽ നമ്മൾ കാണുന്നതൊക്കെയും മായയും താൽക്കാലികവുമാണെന്ന് നമ്മുടെ ജീവിതം കൊണ്ട് തന്നെ നമുക്ക് മനസ്സിലാക്കി തരുമ്പോൾ, മാറാതെ നിൽക്കുന്നത് മാറാത്ത ദൈവത്തിന്റെ വചനമാണെന്ന് ദൈവത്തിന്റെ ദാസനായ യെശയ്യാവിൽ കൂടെ നമ്മൾ മനസ്സിലാക്കുകയാണ്.
അതുകൊണ്ട് എല്ലാ കാലത്തും നിലനിൽക്കുന്ന മാറാത്ത വചനം, ഒരു മാറ്റവും സംഭവിക്കാത്ത വചനം, ആരംഭത്തിൽ തന്നെ അവസാനം വരെയുള്ള കാര്യങ്ങൾ വെളിപ്പെടുത്തുന്ന ദൈവത്തിന്റെ ദൃഷ്ടിയിലൂടെ കടന്നു പോകുന്ന, നമ്മളെ കൊണ്ടുപോകുന്ന വചനങ്ങള് നാം പഠിക്കുമ്പോൾ ചില കാര്യങ്ങൾ വേദപുസ്തകത്തിൽ അതിൻ്റെ സാദൃശ്യത്തിലൂടെയും ആശയത്തിലൂടെയും ഒക്കെ നമ്മൾ കടന്നു പോകുമ്പോൾ അത് മനസ്സിലാക്കുവാൻ ചിലപ്പം ഒരു പഠിതാവിന് താമസം വന്നേക്കാം. എന്നാൽ അതിൻ്റെ സൂചനകളിലേക്ക് നമ്മൾ കടന്നു ചെല്ലുമ്പോൾ ആ പ്രവചന ഭാഗങ്ങൾ പഠിക്കുവാൻ പ്രയാസം അനുഭവപ്പെടത്തില്ല. അതുകൊണ്ട് ദൈവത്തിൻ്റെ വചനം നമ്മോട് പറയുന്നത് സത്യം അതൊരിക്കലും മാറാത്തതാണ്, അത് അടിസ്ഥാനപ്പെട്ടതാണ്. ദൈവത്തിൻ്റെ സത്യത്തിന് ഒരു മാറ്റവും സംഭവിക്കത്തില്ല. എന്താണ് സത്യം? ദൈവം സത്യമാണ്. എന്താണ് സത്യം? ദൈവത്തിൻ്റെ വചനം സത്യമാണ്, അത് മാറാത്തതാണ്. ആ മാറാത്ത വചനം, മാറ്റമില്ലാത്ത ദൈവം നമുക്ക് തന്നിരിക്കുമ്പോൾ, ദൈവത്തിൻ്റെ വചനം ഉൽപ്പത്തി തൊട്ട് വെളിപ്പാട് വരെ നാം മനസ്സിലാക്കുമ്പോൾ, അതിലെ കാതലായ സത്യങ്ങളെക്കുറിച്ച് മനസ്സിലാക്കുമ്പോൾ, താറുമാറായ ലോകത്തില് ആ അവസ്ഥയ്ക്ക് മാറ്റം വരുവാൻ തക്കവണ്ണം ആ ലോകത്തിന്റെ സ്ഥാപനത്തിന് മുൻപ് തന്നെ നടത്തിയ രക്ഷാ പദ്ധതി എന്ന സത്യം, ആ സത്യത്തെ മനുഷ്യ മനസ്സുകൾക്ക് മനസ്സിലാക്കി കൊടുക്കുന്ന അനേക സംഭവങ്ങള് ഈ ഭൂമിയിൽ ജീവിച്ചിരുന്ന മനുഷ്യരുമായിട്ട് ദൈവം നടത്തിയ അനുഭവങ്ങളുടെ വെളിച്ചത്തിൽ നമുക്ക് പഠിക്കുവാൻ തക്കവണ്ണം കഴിയും. അതാണ് ഇന്ന് നാം പഠിക്കുവാൻ തക്കവണ്ണം പോകുന്നത്. അതിൻ്റെ ആദ്യത്തെ സൂചന എന്ന് പറയുന്നത് നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. തിന്മ നിറഞ്ഞ ഒരു ലോകം അല്ല ദൈവം വിഭാവനം ചെയ്തതും സൃഷ്ടിച്ചതും. നന്മ നിറഞ്ഞതും നന്മയുള്ളതായ അനുഭവത്തോടു കൂടി സൃഷ്ടിക്കപ്പെട്ട ഈ ലോകത്തിൽ തിന്മ വന്നു. അതിൻ്റെ ആദ്യത്തെ സൂചന എവിടെയാണ്? കയീൻ ഹാബേലിനെ കൊല്ലുന്നതിലൂടെ നമ്മൾ കാണുകയാണ്. ആ തിന്മ ഉണ്ട് എന്ത് ചെയ്യാണ്? നന്മ നിറഞ്ഞ ഒരു മനുഷ്യൻ മരിക്കുന്നതായ ഒരനുഭവം ആദമിനും ഹൗവയ്ക്കും അനുഭവപ്പെടുകയാണ് ചെയ്യുന്നത്. അവിടെ നിന്ന് പിന്നീടുള്ള ആ ലോകമെന്ന് പറയുന്നത് ഒന്നിനു പുറകെ ഒന്നായിട്ട് നമ്മൾ ഉൽപ്പത്തി പുസ്തകം വായിക്കുമ്പോൾ പാപം പെരുകുന്ന അവസ്ഥ, പ്രളയമുണ്ടാകുന്ന അവസ്ഥ, ഇതെല്ലാം തിന്മയുടെ അനന്തര ഫലമായിട്ട് ഉള്ള മനുഷ്യരെ അനുഭവിക്കുന്നത് നമുക്ക് പഠിക്കുവാൻ തക്കവണ്ണം വളരെ വ്യക്തമാക്കി തരുമ്പോൾ, വീണ്ടും ഒരു തെരഞ്ഞെടുപ്പും ഒരു വ്യക്തിയുടെ പുതിയ ജീവിതവും പുതിയ പലായനവും ഒക്കെ തന്നെ ഉൽപ്പത്തി പുസ്തകത്തിൽ നാം വായിക്കുന്നുണ്ട്. ദൈവത്തിന്റെ സ്നേഹത്തെ വിളിച്ചോതുന്ന ഒരു സൂചന നമുക്ക് വളരെ വ്യക്തമായിട്ട് ഉൽപ്പത്തി പുസ്തകത്തിൽ തിങ്കളാഴ്ചത്തെ പാഠത്തിലൂടെ പഠിക്കുവാൻ തക്കവണ്ണം കഴിയും. ദൈവത്തിന്റെ സ്നേഹം, അത് ആ പിതാവാൻ ദൈവത്തിന്റെ സ്നേഹം, ആ സ്നേഹത്തെ വിളിച്ചോതുന്നതായ ഒരു കാര്യം നമുക്ക് മനസ്സിലാക്കി തരുന്ന ഭാഗമാണ് ഉൽപ്പത്തി പുസ്തകം 22-ാം അധ്യായത്തിൽ നമുക്ക് പഠിക്കുവാൻ തക്കവണ്ണമുള്ളത്. ഉൽപ്പത്തി പുസ്തകം 22-ാം അധ്യായം എന്ന് എല്ലാവർക്കും അറിയാം. അതിൻ്റെ ഉള്ളടക്കം എന്താണെന്ന്. അബ്രഹാം ഇസഹാക്കിനെ യാഗം കഴിക്കാൻ മോറിയ മലയിൽ കൊണ്ടുപോകുന്നതും ആ യാഗത്തിന്റെ കാര്യമൊക്കെ തന്നെയാണ് ആ ഉൽപ്പത്തി പുസ്തകത്തിൽ 22-ാം അധ്യായത്തിൽ നമുക്ക് വായിക്കുവാൻ തക്കവണ്ണം കഴിയുന്നത്. എന്നാൽ ദൈവത്തിന്റെ സ്നേഹം അതെപ്രകാരമാണ് അവിടെ വെളിപ്പെടുത്തിയിരിക്കുന്നതെന്ന് പെട്ടെന്ന് നമുക്ക് മനസ്സിലാകുകയില്ല. അവിടെയാണ് നമ്മൾക്ക് മനസ്സിലാകാത്തൊരു കാര്യം ഇന്ന് ഒരു സൂചനയിലൂടെ ദൈവത്തിന്റെ വചനത്തിൽ നമുക്ക് വെളിപ്പെടുത്തി തരുന്നത്. നമുക്ക് ആ ഭാഗം ഒന്ന് മനസ്സിലാക്കുവാൻ തക്കവണ്ണം നമുക്ക് ചിന്തിക്കാം. ദൈവത്തിന്റെ സ്നേഹത്തിന്റെ സ്വഭാവം അത് നമുക്കൊന്ന് മനസ്സിലാക്കുവാൻ ശ്രമിക്കാം. ഉൽപ്പത്തി പുസ്തകം 22-ാം അധ്യായം അതിൻ്റെ 1-ാം വാക്യത്തിൽ നാം വായിക്കുന്നത് ഇപ്രകാരമാണ്: അതിൻ്റെ ശേഷം ദൈവം അബ്രഹാമിനെ പരീക്ഷിച്ചത് എങ്ങനെയെന്നാൽ, അബ്രഹാമേ എന്ന് വിളിച്ചതിന് ഞാനിതാ എന്നവൻ പറഞ്ഞു. അപ്പോൾ അവൻ, നിന്റെ മകനെ, നീ സ്നേഹിക്കുന്ന നിന്റെ ഏകജാതനായ ഇസഹാക്കിനെ തന്നെ കൂട്ടിക്കൊണ്ടുപോയി മോറിയ മലയിൽ ചെന്ന് ഞാൻ നിന്നോട് കൽപ്പിക്കുന്ന ആ ഒരു മലയിൽ അവനെ ഹോമയാഗം കഴിക്ക എന്ന് പറഞ്ഞു.
അബ്രഹാമിനോട് ദൈവം അബ്രഹാമിനെ പരീക്ഷിക്കുകയാണ്. നമുക്ക് അബ്രഹാമിനെ കുറിച്ച് അറിയാം. ദൈവം വിളിച്ചു വേർതിരിച്ചതായ ഭക്തനായ മനുഷ്യൻ, വിശ്വാസികളുടെ പിതാവ്, ദൈവം പറഞ്ഞ വഴികളിലൂടെ സഞ്ചരിക്കുന്നതായ ഒരു വിശ്വാസി, ദൈവം പറഞ്ഞതുപോലെ പ്രത്യാശയിൽ നോക്കിപ്പാർത്തതായ ഒരു വിശ്വാസി. അദ്ദേഹത്തിന്റെ 100-ാമത്തെ വയസ്സിൽ വാഗ്ദത്ത സന്തതിയായ ഇസഹാക്കിനെ ലഭിക്കുകയുണ്ടായി. ഇവിടെ ദൈവം ആ സ്റ്റേറ്റ്മെന്റിൽ തന്നെ വളരെ വ്യക്തമാണ്, നീ സ്നേഹിക്കുന്ന നിന്റെ ഏകജാതനായ മകനെ ഞാൻ പറയുന്ന മലയിൽ കൊണ്ടുപോയി ഹോമയാഗം കഴിക്കാം. ദൈവം ആഗ്രഹിക്കുന്ന സമ്പൂർണ്ണ യാഗത്തിന്റെ പേരാണ് ഹോമയാഗം. സമ്പൂർണ്ണ യാഗമെന്നാണ് അതിൻ്റെ അർത്ഥം. ദഹനയാഗമെന്നും അതിന് പറയും. പൂർണ്ണമായിട്ടും ആ യാഗത്തിലൂടെ അത് ദൈവത്തിന് പ്രസാദകരമാക്കി തീർക്കുന്ന ഒരനുഭവമാണ്. യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായം അതിൻ്റെ 16-ാം വാക്യത്തിൽ എന്താ പറയുന്നത്? തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടുന്നതിന് ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു. അപ്പം ദൈവം ഏറെ സ്നേഹിക്കുന്ന തൻ്റെ പുത്രനെ ഈ ലോകത്തിന് വേണ്ടി നൽകിയതുപോലെ ദൈവം സ്നേഹിക്കുന്ന അബ്രഹാമിനോട് അബ്രഹാം സ്നേഹിക്കുന്ന മകനായ ഇസഹാക്കിനെ ദൈവം കാണിക്കുന്ന മലയിൽ കൊണ്ടുപോയി ഹോമയാഗം കഴിക്കാൻ പറയുമ്പോൾ നമുക്ക് മനസ്സിലാക്കി തരുന്ന സൂചന എന്താണ്? ദൈവത്തിന്റെ സ്നേഹം അബ്രഹാം എന്ന മനുഷ്യന്റെ ഉള്ളിൽ വന്നതുപോലെ നമ്മളോട് ദൈവത്തിന്റെ സ്നേഹത്തിന്റെ ആഴം അത്രമാത്രമായിരുന്നു എന്ന സൂചനയാണ് നമുക്ക് തരുന്നത്. ഒരു മനുഷ്യനാണ്, പരിമിതികളുണ്ട്, എന്നാൽ ആഴമായി സ്നേഹിക്കുന്ന തൻ്റെ ഏകജാതനായ മകനെ, ആ വളരെ കാത്തിരുന്ന് ലഭിച്ചതായ തൻ്റെ ഏകജാതനായ മകനെ കൊണ്ടുപോയി മോറിയായ മലയിൽ കൊണ്ടുപോയി യാഗം കഴിക്കുവാൻ തക്കവണ്ണം മനുഷ്യനോട് പറഞ്ഞപ്പോൾ ആ മനുഷ്യൻ എന്ത് ചെയ്തു എന്ന് താഴോട്ടുള്ള ഭാഗങ്ങൾ നമ്മെ പഠിപ്പിക്കുകയാണ്. അപ്പൊ ദൈവത്തിന്റെ നമ്മോടുള്ള സ്നേഹമാണ് നഷ്ടപ്പെട്ടു പോയതായ പർദീസ ലഭിക്കുവാൻ തക്കവണ്ണം തൻ്റെ ഏകജാതനായ, താൻ ലോകത്തേക്കാൾ സ്നേഹിച്ചിരുന്നതായ, അല്ലെങ്കിൽ ദൈവം തൻ്റെ ഏകജാതനായ പുത്രനെ ഈ ലോകത്തിലുള്ളവരെ അത്രമാത്രം സ്നേഹിച്ചതുകൊണ്ട് ഈ ലോകത്തിന് വേണ്ടി നൽകുവാൻ തക്കവണ്ണം ഭൂമിയിലേക്ക് മനുഷ്യവേഷമെടുത്ത് കടന്നു വന്നത്. നമ്മളുടെ കാഴ്ചയിൽ മനുഷ്യവേഷമെടുത്ത് കടന്നു വന്ന ദൈവമാണവൻ മനുഷ്യവേഷമെടുത്തു നമ്മെ രക്ഷിക്കുവാൻ തക്കവണ്ണം ഒരു മനുഷ്യ സ്ത്രീയുടെ ഉദരത്തില് ഒരു കുഞ്ഞായി രൂപപ്പെട്ട് നമ്മെ പോലെ വളർത്തപ്പെട്ട് നമ്മെ പോലെ ജീവിച്ച് പാപമൊഴികെ സകലത്തിലും പരിശോധിക്കപ്പെട്ട് പരീക്ഷിക്കപ്പെട്ടതായ കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവർക്ക് പഴയ അവസ്ഥയിലേക്ക്, അതായത് യഥാസ്ഥാനത്തിന്റെ അവസ്ഥയിലേക്ക് വരാമെന്ന വാഗ്ദത്തമാണ് നമുക്കവിടെ കാണാൻ കഴിയുന്നത്. ദൈവത്തിന് സ്തോത്രം. അതാണ് ദൈവസ്നേഹത്തിന്റെ ആഴത്തെക്കുറിച്ച് നമുക്ക് മനസ്സിലാക്കി തരുന്ന, നമ്മോട് പറയുന്നതായ സൂചന എന്ന് പറയുന്നത്. വീണ്ടും നാം പഠിക്കുന്നത് ചൊവ്വാഴ്ചത്തെ പാഠത്തിലേക്ക് പോകുമ്പോൾ യാഗത്തിനായി കൊണ്ടുപോകുന്നതായ തൻ്റെ മകൻ, വേലക്കാർ ചുമക്കുന്ന വിറക്, കഴുതപ്പുറത്ത് പോകുന്നതായ അപ്പനെ, മകനെ, തീയെ, ഇതെല്ലാമായിട്ട് അവര് യാത്ര ചെയ്യുകയാണ്. അവിടെ അപ്പനായ അബ്രഹാമിനോട് മകൻ ഒരു ചോദ്യം ചോദിക്കുന്നു. ആ ചോദ്യം അത് വലിയ ഒരു ചോദ്യമാണ്. 22-ാം അധ്യായം അതിൻ്റെ 7ഉം 8ഉം വാക്യങ്ങളിൽ അത് വളരെ വ്യക്തമായിട്ട് പറയുകയാണ്. 22-ാം അധ്യായം നമ്മൾ വായിക്കുമ്പം അബ്രഹാം ഹോമയാഗത്തിനുള്ള വിറകെടുത്ത് ഇസഹാക്കിന്റെ ചുമലിൽ വെച്ചു. തീയും കത്തിയും അബ്രഹാം തന്നെ എടുത്തു. 2 പേരും കൂടെ ഒന്നിച്ചിങ്ങനെ നടക്കുകയാണ്. ദാസന്മാരോട് പറഞ്ഞു, നിങ്ങൾ ഇവിടെ നിന്നാ മതി, ഇനിയുമുള്ള ദൂരം ഞങ്ങളെ തന്നെ പൊയ്ക്കോളാം എന്ന് പറഞ്ഞ് പോകുമ്പോൾ അബ്രഹാമിനോട് ഇസഹാക്ക് ഒരു ചോദ്യം ചോദിക്കുന്നതായിട്ട് നമുക്ക് വായിക്കുവാൻ തക്കവണ്ണമുണ്ട്. എന്താണ്? ഹോമയാഗത്തിനുള്ള ആട്ടിൻകുട്ടി എവിടെ? മകൻ കണ്ടിട്ടുണ്ട്, ഹോമയാഗം കഴിക്കുന്നത് കണ്ടിട്ടുണ്ട്, ഹോമയാഗത്തിന്റെ വ്യവസ്ഥകൾ കണ്ടുപഠിച്ചതായ ഈ മകൻ അപ്പനോട് ചോദിക്കുകയാണ്, അപ്പാ തീയുണ്ട്, വിറകുണ്ട്, കത്തിയുണ്ട്, പക്ഷെ ഹോമയാഗത്തിന്റെ ആട്ടിൻകുട്ടി ഇല്ലല്ലോ. അപ്പോഴാ അപ്പന്റെ മറുപടി എന്താണെന്ന് നമുക്ക് നോക്കാം. അപ്പൻ പറയാണ്, ദൈവം തനിക്ക് ഹോമയാഗത്തിനൊരു ആട്ടിൻകുട്ടിയെ നോക്കിക്കൊള്ളും.
ദൈവം പറഞ്ഞത് അബ്രഹാമിനോട് എന്താണ്? നിന്റെ ഏകജാതനായ മകൻ, നീ സ്നേഹിക്കുന്ന നിന്റെ മകനെ, നിന്റെ ഏകജാതനായ മകനെ മോറിയ മലയിൽ കൊണ്ടുപോയി യാഗം കഴിക്കണം. അബ്രഹാമിന് അറിയാൻ തൻ്റെ മകനെ യാഗം കഴിക്കാൻ പോവുകയാണെന്ന് ഉത്തമ ബോധ്യത്തോടെയാണ് ഇവിടെ ആയിരിക്കുന്നത്. എന്നാൽ മകന് കൊടുക്കുന്ന മറുപടി, ദൈവം തനിക്ക് വേണ്ടി നടത്തുന്ന ഈ ഹോമയാഗത്തിന് ഉള്ള ആട്ടിൻകുട്ടിയെ കരുതിക്കൊള്ളും എന്ന ആ ഉത്തരത്തിലൂടെ നമുക്ക് വ്യക്തമാക്കി തരുന്ന ചില കാര്യങ്ങൾ നാം പഠിക്കാൻ പോവുകയാണ്. അതായത് അബ്രഹാം വിശ്വസിച്ചത് എന്താണ്? അബ്രഹാം വിശ്വസിച്ചത് ദൈവത്തിന് അസാധ്യമായിട്ടൊന്നുമില്ല എന്ന് തൻ്റെ ജീവിതം കൊണ്ട് വിശ്വസിച്ച ആളാണ്. അബ്രഹാമിന് ഈ മകൻ നഷ്ടപ്പെട്ടാൽ ഈ മകന് ജീവൻ തിരിച്ചു തരാൻ കഴിയും എന്നും വിശ്വസിച്ചു. എന്നാൽ പ്രവചനമായി അവിടെ പറയുന്നത്, ദൈവം തനിക്ക് വേണ്ടി നടത്തുന്ന ഈ ഹോമയാഗത്തിനുള്ള ആട്ടിൻകുട്ടിയെ കരുതിക്കൊള്ളും. അതൊരു പ്രവചനം കൂടിയാണ്. അബ്രഹാം താൻ മകനോട് പറയുന്നത് അതൊരു പ്രവചനമാണെന്ന് മനസ്സിലാക്കുവാൻ നമുക്ക് കഴിയണം. യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം നമ്മുടെ ആധാരവാക്യത്തിൽ പറഞ്ഞത് എന്താണ്? യോഹന്നാൻ സ്നാപകൻ കർത്താവിനെ നോക്കിക്കൊണ്ടിതാ ലോകത്തിന്റെ പാപത്തെ ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട് എന്ന് പറയുകയുണ്ടായി. വെളിപ്പാട് പുസ്തകം 5-ാം അധ്യായത്തിലേക്ക് പോകുമ്പോൾ എന്താണ് പറയുന്നത്? ആ അറുക്കപ്പെട്ട കുഞ്ഞാട് യോഗ്യൻ എന്ന് സ്വർഗത്തിലുള്ള ശബ്ദം കേൾക്കുകയാണ്. ലോക സ്ഥാപനത്തിനു മുമ്പേ അറുക്കപ്പെട്ട ദൈവത്തിന്റെ കുഞ്ഞാട്, അത് കർത്താവായ യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള ആദ്യത്തെ പ്രവചനം. അതായത് ഹോമയാഗത്തിന്റെ ആട്ടിൻകുട്ടിയെ ദൈവം കരുതിക്കൊള്ളും എന്ന പ്രവചനം. ആ പ്രവചനം ആർക്ക് വേണ്ടിയുള്ളതാണ്? കർത്താവായ യേശു ക്രിസ്തുവിന് വേണ്ടിയുള്ള ഒരു പ്രവചനമാണ്. ഒരു മശിഹ പ്രവചനമായിരുന്നു അബ്രഹാം മകനോട് പറഞ്ഞതായ ആ ഉത്തരം. അതായത് കർത്താവായ യേശു ക്രിസ്തു നമ്മുടെ പകരക്കാരൻ. നാം മരിക്കേണ്ടിയിരുന്ന ഇടത്ത് നമുക്ക് വേണ്ടി ഇറങ്ങി വന്ന് തന്നെത്താൻ ഏൽപ്പിച്ചു കൊടുത്ത പകരക്കാരനെയാണ് അബ്രഹാം തൻ്റെ മകന് പ്രവചനത്തിലൂടെയാണ് പരിചയപ്പെടുത്തുന്നത്. നമുക്കറിയാം, അബ്രഹാം യാഗം കഴിക്കുവാൻ യാഗപീഠം പണിതു, വിറകടുക്കി മകനോട് അപ്പോഴാണ് പറയുന്നത്, നിന്നെയാണ് യാഗം കഴിക്കുന്നത്. മകൻ എന്ത് ചെയ്തു? ആ ദൈവത്തിൻ്റെ വചനം പോലെ ആ പിതാവിന് കീഴ്പ്പെട്ട് ആ യാഗപീഠത്തിൽ കിടക്കുകയാണ്. കത്തി ഓങ്ങി. അപ്പോഴാണ് സ്വർഗത്തിലെ ദൂതൻ പറഞ്ഞത്, ബാലന്റെ മേൽ കൈവെക്കരുത്, അവന് പകരം ഉള്ള ആട്ടിൻകുട്ടി അവിടെ ഉണ്ട്. അബ്രഹാം നോക്കുമ്പോൾ മുറ്റുകാട്ടിൽ കൊമ്പിൽ ചുറ്റി കിടക്കുന്ന ഒരു ആട്ടിൻകുട്ടിയെ കാണുകയാണ്. ഈ ലോകം എന്താണ്? പാപത്തിന്റെ അധീനതയിൽ ചുറ്റപ്പെട്ട് കിടക്കുന്നിടത്തുനിന്ന് അതിനെ രക്ഷിക്കുവാൻ തക്കവണ്ണം ഇറങ്ങി വന്ന ദൈവത്തിന്റെ കുഞ്ഞാടിനെ അവിടെ നമുക്ക് പരിചയപ്പെടുവാൻ തക്കവണ്ണം ആദ്യത്തെ സൂചനയായിട്ട് അബ്രഹാമിന്റെ ഇസഹാക്കിനെ യാഗം കഴിക്കുന്നതോടനുബന്ധമായിട്ട് നമുക്ക് കാണുവാൻ കഴിയുന്നതായ ഒരു അനുഭവം. ബുധനാഴ്ചത്തെ പാഠം നാം പഠിക്കുമ്പോൾ സൃഷ്ടിതാവും മനുഷ്യനും തമ്മിലുള്ളതായ ഉറ്റ ബന്ധം അത് ഏദനിൽ നമുക്ക് കാണാൻ കഴിയും. വൈകുന്നേരമാകും, വെയിലാറുമ്പോൾ ദൈവം ഇറങ്ങി വന്ന് മനുഷ്യരോടെ കൂട്ടായ്മ ആചരിക്കുന്ന ഒരനുഭവമായിരുന്നു. എന്നാൽ പിന്നെ ഒരു ദിവസം ദൈവം വരുമ്പോൾ അവിടെ മനുഷ്യരില്ല, അവരെ കാണുന്നില്ല. അവരെ വിളിക്കുമ്പോൾ അവർ ഒളിച്ചിരിക്കുന്ന അനുഭവമാണ്. ദൈവത്തിൽ നിന്ന് വേർപെട്ടു പോകുന്ന ഒരു അനുഭവം, അത് വലിയ ഒരു അനുഭവമാണ്. ദൈവത്തിൽ നിന്ന് ദൈവത്തിൻ്റെ സൃഷ്ടി വേർപെട്ടു പോകുന്ന അനുഭവം എന്ന് പറയുന്നത് അത് മരണമാണ്. നമുക്കറിയാം, മരണത്തിൻ്റെ ആ അനുഭവം എന്ന് പറയുന്നത്, വേർപാടിൻ്റെ അനുഭവം എന്ന് പറയുന്നത് അത് വളരെ വേദനാജനകമായ ഒരു അനുഭവമാണ്. അപ്പം ആ അനുഭവം, ആ മരണത്തിൻ്റെ വേദനാജനകമായ അനുഭവം, ആ ഉൽപ്പത്തി പുസ്തകത്തിലെ സൂചന എന്ന് പറയുന്നത് ഹാബേലിൻ്റെ മരണമാണ്. നന്മ നിറഞ്ഞതായ ഹാബേലിനെ സ്വാർത്ഥം നിറഞ്ഞതായ കയീൻ കൊല്ലുമ്പോൾ ആ മാതാപിതാക്കൾ ആ വേർപാടിൻ്റെ ദുഃഖം അവരുടെ ഹൃദയത്തിന് താങ്ങാൻ പറ്റാത്തൊരനുഭവമായിരുന്നുവെന്ന് ആദ്യത്തെ ആ മരണത്തിലൂടെ നമുക്ക് മനസ്സിലാക്കി തരികയാണ്. ഇന്നും ലോകത്തിൽ ആ മരണത്താലുള്ള വേർപാടെന്ന് പറയുന്നത് അതിദുഃഖിതമായ അവസ്ഥയാണ്. അതെങ്ങനെയാണ് സംഭവിക്കുന്നത്? സൃഷ്ടിതാവിൽ നിന്നുള്ളൊരു വേർപാട് വരുമ്പോഴാണ് ആ വേർപാടിൻ്റെ ദുഃഖം എന്ന് അവർ അനുഭവിച്ചറിയുന്നത്. അതുകൊണ്ട് നാം മനസ്സിലാക്കുമ്പോൾ ആ മരണത്തെ കൈകാര്യം ചെയ്യുന്നത് എങ്ങനെയാണ്, എന്നേക്കുമായിട്ട് ആ മരണത്തെ കൈകാര്യം ചെയ്യുന്നത് എങ്ങനെയാണ് എന്നുള്ളത് ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായം അതിൻ്റെ 15-ാം വാക്യത്തിൽ
വളരെ വ്യക്തമായിട്ട് ദൈവം സംസാരിക്കുന്നു പ്രവചനമായിട്ട്. യേശുക്രിസ്തുവിനെ ചൂണ്ടിക്കൊണ്ട് യേശുക്രിസ്തുവിന്റെ സൂചനയായിട്ട് അവിടെ മശിഹ പ്രവചനം നമുക്ക് കാണുവാൻ തക്കവണ്ണം കഴിയും. അവിടെ പറഞ്ഞേക്കുന്നത് സാത്താന്റെ തല സ്ത്രീയുടെ സന്തതി ഇല്ലാതെയാക്കും. സാത്താൻ സ്ത്രീയുടെ സന്തതിയുടെ കുതികാല് തകർക്കും. പാമ്പ് കടിക്കുന്നത് എവിടെയാണ്? കുതികാലിനാണ്. അക്ഷരീയമായിട്ട് പറഞ്ഞാൽ ആ ഒരു മനുഷ്യൻ കുതികാലിന് കടിക്കുന്ന കടിയാണ് മരണത്തിലേക്ക് കൊണ്ടുപോകുന്നതെന്ന് നമുക്ക് ചില അനുഭവങ്ങളിലൂടെ മനസ്സിലാക്കാനായിട്ട് കഴിയും. ആഴമായിട്ട് പറയാൻ എനിക്ക് അത്ര അറിയത്തില്ല. വേദപുസ്തകത്തിലൊരു പ്രവചനം ഇങ്ങനെയാണ്. യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള ഒരു പ്രവചനമാണെന്നും ആദ്യത്തെ മശിഹ പ്രവചനമാണെന്നും നമുക്ക് മനസ്സിലാക്കി തരുന്നത് അതാണ്. സാത്താന്റെ തല തകർക്കുന്നത് കുഞ്ഞാട് ആണെന്ന് നമുക്ക് മനസ്സിലാകുന്നത് വെളിപ്പാട് പുസ്തകത്തിലാണ്. കാൽവറിയിലെ മരണത്താല് ആ സാത്താന്റെ കള്ളത്തെ പൊളിക്കുന്നതായ അനുഭവം, ദൈവത്തെ പോലെ ആകാൻ തക്കവണ്ണം ആ ദൈവത്തിന്റെ വ്യവസ്ഥയിൽ നിന്ന് മനുഷ്യനെ മാറ്റിക്കൊണ്ടു വരുവാൻ സാത്താന് കഴിഞ്ഞു. എന്നാൽ മനുഷ്യൻ ദൈവത്തിൽ നിന്നേ അകന്നു പോകുവാൻ മനുഷ്യൻ അനുഭവിച്ച് അറിയുവാൻ തക്കവണ്ണം ഇടയായി തീർന്നു. മരണം എത്ര കാരുണ്യമില്ലാത്തതാണെന്ന് അവര് മനസ്സിലാക്കുകയാണ്. ആ മരണത്തിൽ എന്നേക്കുമുള്ള ഒരു മരണത്തിൽ നിന്ന് വാഗ്ദത്തം കൊടുക്കുകയാണ്. ഒന്നാം മരണവും രണ്ടാം മരണവും വേദപുസ്തകം പഠിപ്പിക്കുന്ന വിഷയമാണ്. ഒന്നാം മരണം പാവമുഖാന്തരം ഉണ്ടായ മരണമാണ്. രണ്ടാം മരണം നാം തെരഞ്ഞെടുക്കുന്നതാണ്. ഒന്നാം മരണം പാപത്താൽ ഉളവായതാണെങ്കിൽ അതിൽ നിന്ന് കർത്താവായ യേശുക്രിസ്തുവിലൂടെ കാൽവറിയിലെ യാഗത്തിലുള്ള പരമമായ വിശ്വാസത്തിലൂടെ നമുക്ക് പുതിയ സൃഷ്ടിയായി ജീവിക്കുവാൻ തന്നിരിക്കുന്ന അവസരങ്ങളിലൂടെ നാം മുന്നോട്ട് വിശുദ്ധിയുടെ അനുഭവത്തിൽ ജീവിക്കുമ്പോൾ രണ്ടാം മരണത്തിന് ആ വ്യക്തിയിൽ ഒരു അധികാരവുമില്ല എന്ന് ദൈവത്തിന്റെ ദാസന്മാര് വിശുദ്ധന്മാരുടെ അനുഭവങ്ങള് നമുക്ക് മനസ്സിലാക്കി തരികയാണ്. രണ്ടാം മരണം കർത്താവായ യേശുക്രിസ്തുവിന്റെ 1000 ആണ്ട് വാഴ്ചയ്ക്ക് ശേഷമുള്ളതായ കാര്യമാണ്. ഒന്നാം മരണം എല്ലാവരും മരിക്കുമെങ്കിലും കർത്താവായ യേശുക്രിസ്തു രണ്ടാമത് മേഘോന്നതങ്ങളിൽ കോടാകോടി ദൂതന്മാരോട് ഒരുമിച്ച് വരുമ്പോൾ ഒന്നാമത്തെ പുനരുദ്ധാനത്തിലൂടെ വിശുദ്ധന്മാർ ഉയർത്തെഴുന്നേൽക്കും. ജീവനോടിരിക്കുന്ന വിശുദ്ധന്മാർ രൂപാന്തരപ്പെടും. അവിടെ ആ ഒന്നാം മരണത്തിന്റെ എല്ലാ അവസ്ഥകളും വിശുദ്ധന്മാർക്ക് അത് ഇല്ലാതെയാകുകയാണ്. അവർ കർത്താവിനെ മുഖാമുഖം കാണുകയാണ്. എന്നാൽ രണ്ടാം മരണം ദുഷ്ടന്മാർക്കുള്ളതാണ്. അവർ തെരഞ്ഞെടുക്കുന്നതാണ്. ദൈവത്തിന്റെ വചനത്തിൽ വിശ്വസിക്കാതെ ജീവിക്കുന്നവര് തെരഞ്ഞെടുക്കുന്നതാണ് രണ്ടാം മരണം. ആ മരണം നമ്മൾ ഇല്ലാതെ ഇരിക്കണമെങ്കിൽ കർത്താവായ യേശുക്രിസ്തുവിൽ നമ്മുടെ ജീവിതം ഏറ്റവും അത്യധികമായിട്ട് സ്ഥാപിതമായി ജീവിക്കുവാൻ തക്കവണ്ണം ദൈവം നമ്മളെ ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ്. ഈ നാളുകളിൽ തരുന്ന വചനങ്ങളെല്ലാം വളരെ വ്യക്തമായി തരുന്ന വചനങ്ങളിലൂടെ നാം അത് പഠിക്കുകയാണ്. എന്നാൽ വ്യാഴാഴ്ചത്തെ പാഠത്തിലേക്ക് പോകുമ്പോൾ ഒരു തിന്മ സാത്താന്റെ വേഷത്തിൽ വരുന്നത്, സർപ്പത്തിന്റെ വേഷത്തിൽ വരുന്നത് വേദപുസ്തകത്തിൽ രൂപകങ്ങളായിട്ട് സാദൃശ്യമായിട്ട് കൊടുത്തിരിക്കുകയാണ്. വെളിപാട് പുസ്തകത്തിൽ ഈ സർപ്പത്തെക്കുറിച്ച് ഉള്ള കാര്യം നമ്മൾ പഠിക്കുന്നത് 12-ാം അധ്യായത്തിലാണ്. വെളിപാട് പുസ്തകം 12-ാം അധ്യായത്തില് സർപ്പത്തെക്കുറിച്ച് പഠിക്കുമ്പോൾ ഉൽപ്പത്തിയുടെ പുസ്തകത്തില് ഏദൻ തോട്ടത്തില് സർപ്പം എന്ത് ചെയ്യാണ്? സ്ത്രീയോട് സംസാരിക്കുന്നത് നാം കാണുകയാണ്. അപ്പോഴ് ആ സർപ്പത്തിന്റെ വിശദാംശങ്ങള് വെളിപാട് പുസ്തകം 12-ാം അധ്യായം അതിന്റെ 7-ാം വാക്യം മുതല് നമ്മൾ പഠിക്കുമ്പോൾ വളരെ വ്യക്തമാക്കുന്നത്, പിന്നെ സ്വർഗത്തിൽ യുദ്ധമുണ്ടായി, മിഖായേലും അവന്റെ ദൂതന്മാരും മഹാസർപ്പത്തോട് പടവെട്ടി, തന്റെ ദൂതന്മാരുമായി മഹാസർപ്പവും പടവെട്ടി ജയിച്ചില്ല താനും. സ്വർഗത്തിൽ അവരുടെ സ്ഥലം പിന്നെ കണ്ടതുമില്ല. ഭൂതലത്തെ മുഴുവൻ തെറ്റിച്ചു കളയുന്ന പിശാചും സാത്താനും എന്ന മഹാസർപ്പമായ പഴയ പാമ്പിനെ ഭൂമിയിലേക്ക് തള്ളിക്കളഞ്ഞു. വെളിപ്പാട് പുസ്തകത്തില് വളരെ വ്യക്തമായിട്ട് ഈ പ്രവചനം പറയുമ്പോൾ അതിന്റെ ആ അടിസ്ഥാനം കിടക്കുന്നത് ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായത്തിലാണ്. അവിടെ നമ്മൾ കാണുകയാണ്, ഏദൻ തോട്ടത്തില് തള്ളിക്കളഞ്ഞ ദൂതന്മാരുടെ തലവൻ അവിടെ സർപ്പവേഷം പൂണ്ട് മനുഷ്യനെ തെറ്റിച്ച് കളയുവാൻ തക്കവണ്ണം വളരെ കൗശലപൂർവം മനുഷ്യരെ തെറ്റിച്ച് കളയുന്നതായ കാഴ്ച. അപ്പൊ ഈ സർപ്പം എന്ന പഴയ പാമ്പിനെ സ്വർഗത്തിൽ നിന്ന് തള്ളിക്കളഞ്ഞതുകൊണ്ട് ഭൂമിയിലുള്ളതായ ദൈവം സ്നേഹിക്കുന്ന മനുഷ്യരെ തെറ്റിച്ച് കളഞ്ഞ്
ദൈവത്തോട് ശത്രുത്വമുണ്ടാക്കുക എന്ന വളരെ വലിയ ലക്ഷ്യത്തോടെ അവൻ്റെ സമയങ്ങൾ അടുത്തിരിക്കുന്നത് കൊണ്ട് നാം പഠിക്കുമ്പോൾ അവനിനി അധികം സമയമില്ല എന്ന് വേദപുസ്തകം നമ്മെ പഠിപ്പിക്കുകയാണ്. സാത്താൻ അറിയാം ഇനി സമയം അധികമില്ല എന്ന്. അതുകൊണ്ട് 2 വാക്കുകളാണ് ആ വാക്യത്തിൽ ആ വാക്യത്തിൽ. അലറുന്ന സിംഹം ഒരിക്കലും ഒരു ഇരയെയും വിഴുങ്ങത്തില്ല. വിഴുങ്ങുന്നത് എന്താണ്? സർപ്പമാ വിഴുങ്ങുന്നത്. ഇത് നമ്മൾ മനസ്സിലാക്കണം. അപ്പൊ അലറുന്ന സിംഹം, വിശക്കുമ്പോ അലറുന്ന സിംഹം പോലെ തനിക്കിനി സമയമില്ലാത്തത് കൊണ്ട് ഏത് കൗശല പ്രക്രിയയിലൂടെയും ദൈവകുഞ്ഞുങ്ങളെ തെറ്റിച്ചു കളയുവാണ്ടൊക്കെ, വൃതന്മാരെ പോലും തെറ്റിച്ചു കളയും. അത്രമാത്രം കൗശലങ്ങളെ പ്രയോഗിക്കുവാൻ സാത്താൻ ഒരുമ്പെട്ടുകൊണ്ടിരിക്കുന്ന ഈ കാലയളവില് ഈ സർപ്പത്തിന്റെ സൂചന ഉൽപ്പത്തി പുസ്തകത്തിൽ നാം കാണുകയാണ്. ആ സർപ്പം ആരായിരുന്നു എന്ന് വെളിപ്പാട് പുസ്തകത്തിൽ വളരെ വ്യക്തമാക്കുകയും ചെയ്യുന്നുണ്ട്. എസ്കേൽ പ്രവചനത്തിലും വ്യക്തമാക്കുന്നുണ്ട്. അപ്പൊ ഈ സർപ്പത്തിന്റെ തന്ത്രങ്ങളെ അതിജീവിക്കുവാൻ നാം വേദപുസ്തകം ഇപ്രകാരം പഠിക്കുമ്പോൾ നമുക്കത് മനസ്സിലാകും. സർപ്പം നമ്മൾ കാണുന്നതായി ഈ സർപ്പം, ആ സർപ്പമല്ല യഥാർത്ഥത്തിൽ സാത്താൻ പഴയ പാമ്പിന്റെ രൂപത്തിൽ വരും എന്നുള്ളതായ ആ ഒരു അനുഭവം. അതുകൊണ്ട് ഒരു വലിയ പോരാട്ട കളരിയിലായിരിക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞുങ്ങളെ നമ്മൾ ഈ പാഠങ്ങളൊക്കെ പഠിക്കുമ്പോൾ സാത്താന്റെ വഞ്ചനയിൽ കുടുങ്ങാതിരിക്കുവാൻ തക്കവണ്ണം നമ്മൾ ദൈവത്തിന്റെ വചനത്തിന്റെ ആഴങ്ങളിലേക്ക് കടന്നു ചെല്ലുന്ന ദൈവത്തിന്റെ ആത്മാവിന്റെ ആ ദാഹത്തോടെ, വിശപ്പോടെ ആ ദൈവത്തിന്റെ വചനങ്ങളെ നമ്മൾ ഈ നാളുകളിൽ പഠിക്കുമ്പോൾ നമുക്ക് തെറ്റിപ്പോകാതിരിക്കുവാൻ, തന്ത്രങ്ങൾ മെനയുന്ന സാത്താന്റെ മുമ്പിൽ പതറിപ്പോകാതിരിക്കുവാൻ നമുക്ക് കഴിയും. അതുകൊണ്ട് ഇന്ന് നാം ആയിരിക്കുന്ന അവസ്ഥയിൽ ദൈവത്തിന്റെ കുഞ്ഞുങ്ങൾ കൂടുതൽ ജാഗ്രതയുള്ളവരാകുവാൻ തക്കവണ്ണം പ്രവചനത്തിന്റെ വെളിച്ചത്തില് ദൈവം തന്നിരിക്കുന്ന ആലോചനകളും സത്യമായ നിത്യമായ ആലോചനകള്, അടിസ്ഥാനപ്പെട്ട ആലോചനകള്, കാലത്തിന് മുൻപേ നമുക്ക് തന്നിരിക്കുന്നതായ ദൈവത്തിന്റെ വചനം, മാറ്റമില്ലാത്ത വചനങ്ങള്, അതിൽ പുല്ലുണങ്ങും പൂവാടും, മനുഷ്യരതുപോലെ ഇല്ലാതെയാവും. പക്ഷെ ദൈവത്തിന്റെ വചനം ഒരു കാലവും ഉതിർന്നു പോകുകയില്ല. വള്ളിയോ പുള്ളിയോ മാറ്റുവാൻ തക്കവണ്ണം ആർക്കും അധികാരവുമില്ല. അതുകൊണ്ട് മാറ്റപ്പെടാത്ത ദൈവം തന്നിരിക്കുന്ന മാറ്റമില്ലാത്ത വചനങ്ങളുടെ ആഴങ്ങളെ പഠിക്കുവാൻ ഈ പാഠ്യരീതി നമുക്ക് വളരെ സഹായകമാണ്. അബ്രഹാമിന്റെ യാഗത്തിലൂടെ അവിടെ ദൈവത്തിന്റെ സ്നേഹം, ഇസഹാക്കിന്റെ ചോദ്യത്തിലൂടെ ഒരു പ്രവചനം, കുഞ്ഞാടിനെ കുറിച്ചുള്ള ഒരു പ്രവചനം, കയീൻ ഹാബേലിനെ കൊന്നതിലൂടെ മരണത്തിന്റെ വേദന എത്ര ആഴമുള്ളതാണ് എന്നുള്ളതായ കാര്യങ്ങള്, ഈ സർപ്പം അവൻ എവിടെ നിന്ന് വന്നു എന്നുള്ളതായ കാര്യങ്ങളെല്ലാം ഈ ആഴ്ചത്തെ പാഠത്തിൽ ഉൽപ്പത്തി പുസ്തകത്തിന്റെ വെളിച്ചത്തിൽ നാം പഠിക്കുകയുണ്ടായി. അതുകൊണ്ട് ഉൽപ്പത്തി പുസ്തകത്തിൽ അടിസ്ഥാനപ്പെട്ടിരിക്കുന്ന സൂചനകളിലൂടെ വെളിപാട് പുസ്തകത്തിൽ വെളിപ്പെടുത്തിയിരിക്കുന്ന സത്യത്തിലേക്ക് നമ്മൾ നടന്നെടുക്കുമ്പോൾ കർത്താവിന്റെ വരവിനായിട്ട് നമ്മെ തന്നെ ഒരുക്കാം. ഈ നാളുകളിൽ വളരെ ജാഗ്രതയോടെ, ഭക്തിയോടെ, ആഴമായി ദൈവവചനം പഠിക്കുവാൻ നമുക്ക് ദൈവം തന്നിരിക്കുന്ന അവസരങ്ങളെ ഉപയോഗപ്പെടുത്താം. ദൈവത്തിന്റെ ആത്മാവിന്റെ ശക്തിയോടും അഭിഷേകത്തോടും ദൈവവചനം പഠിക്കുവാൻ എല്ലാവർക്കും സാധ്യമാകട്ടെ എന്ന് ഈ പാഠത്തിലൂടെ ഞാൻ ആഹ്വാനം ചെയ്യുകയാണ്. ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. അനേക ചോദ്യങ്ങൾ നമ്മുടെ ഹൃദയത്തിൽ വരാം. അതിനെല്ലാം ദൈവം മറഞ്ഞിരിക്കുന്ന മർമ്മങ്ങളെ വെളിപ്പെടുത്തി തന്നാൽ, മോശ പറയുകയുണ്ടായി, മറഞ്ഞിരിക്കുന്ന മർമ്മങ്ങൾ അത് വെളിപ്പെട്ടത് നമുക്കും വെളിപ്പെടുത്താത്തത് ഇനിയും വെളിപ്പെടുവാൻ സമയമുണ്ട്. അപ്പോഴും ദൈവം വെളിപ്പെടുത്തി തരികയും ചെയ്യും. അപ്പൊ ആ ഒരു അനുഭവത്തിനായിട്ട് നമുക്ക് പ്രത്യാശയോടെ ഇരിക്കാം. തന്നിരിക്കുന്ന പ്രവചനങ്ങൾ നമ്മുടെ ഇഷ്ടത്തിന് വ്യാഖ്യാനിച്ചൊടിക്കാനുള്ളതല്ല. പിന്നെയോ ദൈവസ്നേഹവും ദൈവത്തിന്റെ കരുതലും ദൈവത്തിന്റെ വീണ്ടെടുപ്പിന്റെ പദ്ധതിയുടെ ആ കാര്യങ്ങളൊക്കെയും നാം യഥാർത്ഥമായിട്ട് മനസ്സിലാക്കുവാൻ ദൈവത്തിന്റെ വചനത്തിൽ വരച്ചു കാട്ടിയിരിക്കുന്ന സഹായകമായ പൂരകങ്ങളായും സദൃശ്യങ്ങളായും ഒക്കെ തന്നിരിക്കുന്ന ആ വചനങ്ങൾ നാം വായിച്ച് മനസ്സിലാക്കുവാൻ ദൈവം നമ്മളെ സഹായിക്കട്ടെ. ഇന്നത്തെ പാഠം എല്ലാവർക്കും മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. കാരുണ്യവാനും വീണ്ടെടുപ്പുകാരനും വേഗം വരുന്നവനുമായ ഞങ്ങളുടെ കർത്താവേ, അനുഗ്രഹമേറിയ ദൈവത്തിൻ്റെ വചനത്തിൻ്റെ അടിസ്ഥാനങ്ങളെ പഠിക്കുവാൻ തക്കവണ്ണം, അവിടുത്തെ സ്നേഹത്തിൻ്റെ ആഴത്തെ മനസ്സിലാക്കുവാൻ തക്കവണ്ണം
ലോകസ്ഥാപനത്തിന് മുമ്പേ വീണ്ടെടുപ്പിൻ്റെ പദ്ധതി വരച്ചു കാട്ടിയിരിക്കുന്നത് ഒന്നുകൂടി ഞങ്ങൾക്ക് ഗ്രഹിക്കുവാൻ തക്കവണ്ണം തന്നിരിക്കുന്ന ഈ പാഠ പദ്ധതിക്കായിട്ട് സ്തോത്രം ചെയ്യുന്നു. അടിയങ്ങളെ പോലെ എത്രയോ പേർക്ക് കർത്താവെ ഗ്രഹിക്കുവാൻ കഴിയാത്ത കാര്യങ്ങളെ ഗ്രഹിപ്പിക്കുന്ന ദൈവത്തിൻ്റെ ആത്മാവ് ഈ നാളുകളിൽ ശക്തമായി ഞങ്ങൾക്ക് വേണ്ടി ദൈവം തന്നിരുന്ന വചനത്തിലൂടെ സംസാരിക്കുന്ന ഭാഗങ്ങൾ ഹൃദയത്തിൽ ഏറ്റെടുത്തുകൊണ്ട് ദുഷ്ടത നിറഞ്ഞ ഈ ലോകത്തിൽ, തിന്മ നിറഞ്ഞ ഈ ലോകത്തിൽ, വൻ പോരാട്ട കളരിയിൽ ഞങ്ങൾ തകർന്നു പോകാതിരിക്കുവാൻ അവിടുത്തെ ആത്മബലത്താൽ, ശക്തിയാൽ, അഭിഷേകത്താലായിരിക്കാൻ സഹായിക്കണമേ. ദൈവമായ കർത്താവേ, പലവിധമായ പ്രതികൂലങ്ങളുടെ ഓരോ ദിവസങ്ങളും പിന്നിടുമ്പോൾ ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ കരുതലിൻ്റെ മറവിൽ അടിയങ്ങൾക്കായിരിക്കാൻ കൃപ തരണമേ. പാഠം പഠിക്കുവാൻ ഒരുക്കപ്പെട്ടിരിക്കുന്ന എല്ലാവരെയും തിരുസന്നിധിയിൽ ഏൽപ്പിക്കുന്നു. അവിടുന്ന് സഹായിക്കണമേ, അനുഗ്രഹിക്കണമേ, കൃപയുടെ മറവിൽ മറച്ചു കൊള്ളണമേ. മഹത്വത്തിനായി അടിയങ്ങൾക്ക് നിൽക്കുവാനുള്ള പ്രത്യാശ തരണമെന്ന് യേശു മൂലം ചോദിക്കുന്നു. പ്രാർത്ഥന കേൾക്കണം നല്ല പിതാവേ.